നോക്കി കുറച്ച് മുന്നോട്ട് ബാക്കോട്ട് നോക്ക് നോക്കി. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പാടത്തിന്റെ കൊയ്ത്തുത്സവമാണ്. അപ്പൊ ഇത് കുറച്ചു നേരത്തിനുള്ളിൽ മെഷീൻ വന്ന് ഈ പാടം മുഴുവൻ കൊയ്തെടുക്കും. ഇപ്പൊ ഇത് നല്ലോണം വിളഞ്ഞ് നല്ല ഗോൾഡൻ ആയിട്ട് കിടക്കുകയാണ്. പാടം മുഴുവനും പച്ചപ്പ് പൂർണ്ണമായിട്ട് മാറി നല്ല വിളഞ്ഞ് കിടക്കുകയാണ്. പണ്ടൊക്കെ കുറെ ആൾക്കാർ നിന്ന് ഇത് കൊയ്ത് മെതിച്ചെടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ഇന്നിപ്പോ ആ മെഷീൻ വന്ന് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് കൊയ്ത്തും കഴിയും, മെതിയും കഴിയും. നെല്ല് വേറെ, വൈക്കോല് വേറെ ആയിട്ട് നമുക്ക് കിട്ടും. രാവിലെ ഇതിന്റെ കൊയ്ത്തുത്സവം കഴിഞ്ഞതാണ്. പക്ഷെ മെഷീൻ വരാൻ താമസമുള്ളത് കൊണ്ട് ഇതുവരെ കൊയ്തിട്ടില്ല. എന്തായാലും കുറച്ചു നേരത്തിനുള്ളിൽ മുഴുവനും കൊയ്തെടുക്കും. ഇപ്പൊ പാടം മുഴുവൻ നല്ല വരണ്ട് കിടക്കാണ്. കൊയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടേക്കണേ. ഈ കതിര് മൂക്കണ വരെ കണ്ടത്തിലൊരു ഈർപ്പുണ്ടാകും. അത് കഴിഞ്ഞാൽ ഈർപ്പുണ്ടാവില്ല. നമ്മൾ വെള്ളം മുഴുവൻ വറ്റിച്ച് ഇത് ഡ്രൈ ആക്കിയിടും. അത് ഇപ്പോൾ തോട്ടിലും വെള്ളമൊന്നുമില്ല. ഇങ്ങനെ ഡ്രൈ ആക്കിയിടുന്നത് എന്തിനാന്ന് വെച്ചാൽ വണ്ടിക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ താന്നു പോകുമല്ലോ. അതുപോലെ തന്നെ കൊയ്യാനും നമുക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഡ്രൈ ആക്കിയിടുന്നത്. വൈകുന്നേരം ആയി കഴിയുമ്പോൾ നിറച്ച് ആറ്റക്കിളികൾ വരും ഇവിടെ. വെള്ളം ഇത് നല്ല വിളഞ്ഞ നെല്ലാണ്. ഇനി വിളയാത്ത നെല്ല് നമുക്ക് വേറെ ഉണ്ട്, അത് പോയൊന്ന് കണ്ടിട്ട് വരാം. ഈ പാടം മുഴുവൻ നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുകയാണ്. ഇതൊന്നും മൂത്തിട്ടില്ല. ഇതിന്റെ കടക്കെല്ലാം ഈർപ്പുണ്ട്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ താന്നു പോകും. പക്ഷെ അപ്പുറത്ത് കണ്ട നെല്ലിന്റെ കട നല്ല വരണ്ടിരിക്കുകയാണ്. അത് കൊയ്യാൻ പാകമായായിരുന്നോ. അതുപോലെ തന്നെ ഈ കതിരിലൊന്നും നെല്ല് വന്നിട്ടുണ്ടാവില്ല. ഇതിലൊക്കെ നിറച്ചും നെല്ലിന്റെ പാലാണ്. ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ വിളയാത്ത നെല്ല് നമുക്ക് കാണാം. കണ്ടോ, ചീറ്റി പോണുണ്ടോ പാല്? കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല. പാലാണ്. ഇങ്ങനെയാണ് മെഷീൻ നമ്മൾ കൊയ്യുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കതിര് മുറിച്ചെടുത്തിട്ട് അതിന് അരിയെല്ലാം വേർതിരിച്ച് വൈക്കോല് മാത്രം ബാക്ക് വശത്തേക്ക് കൂടി ഇത് പുറത്തേക്കിടും. ഇതിന് ശേഷം നമ്മൾ വൈക്കോല് കിട്ടുന്ന മെഷീൻ കൊണ്ടുവന്ന് അത് കെട്ടിയെടുക്കാറാണ് ചെയ്യാറ്. ഈ വൈക്കോല് റോള് മാത്രമായിട്ടേ കെട്ടാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നോർമൽ പണ്ടത്തെ വൈക്കോല് മുടി പോലെ കിട്ടില്ല നമുക്ക്. ഈ വണ്ടിയിലെ സ്റ്റോറേജ് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് കണ്ടത്തിന്ന് കരയിലോട്ട് കയറി വൈക്കോല് മുഴുവൻ ചൊരിഞ്ഞിടും. ఏంటి